വിവാദങ്ങൾക്ക് അറുതിയില്ല. അതായത് കോട്ടയം നട്ടാശ്ശേരിയിലെ നന്ദ ഗോവിന്ദത്തിൻ്റെ ഭജൻസിൽ അതിലുണ്ടായ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടൊഴിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അതായത് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അതായത് കോട്ടയം നട്ടാശ്ശേരിയിൽ ഈ നന്ദ ഗോവിന്ദത്തിൻ്റെ ഭജൻസിൽ ഒരു പ്രധാനപ്പെട്ട പല ആളുകളും പല കോണിൽ നിന്ന് പ്രശസ്തരായ ആളുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൽ പ്രധാനപ്പെട്ട ഒരു 2 അഭിപ്രായങ്ങൾ വളരെ എന്താ പറയുക, എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അവർ പറയുന്നത് വളരെ കാര്യമുള്ള 2 അഭിപ്രായങ്ങളാണ്. അത് ഏതാണെന്ന് നമുക്ക് ഒന്ന് കേട്ടിട്ട് വരാം. ഓക്കെ. മേശ വലിച്ചിട്ടിട്ട് ഉത്സവ സമയത്ത് അവിടെ നിന്നുകൊണ്ട് സുവിശേഷം നടത്തിയിരുന്ന കാലമുണ്ട്. പാപികളേന്ന് നീട്ടി വിളിച്ച്, ഈ പാപികളേന്ന് വിളിച്ചത് സംഘികളെയല്ല, ഹിന്ദുക്കളെയാണ് വിളിച്ചത്. പാപികളേന്ന് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞത് സംഘികൾ പോകുന്നല്ല പറഞ്ഞത്, ഹിന്ദുക്കൾ. അപ്പൊ ഇതൊക്കെ ഒരു കാലത്ത് ക്ഷേത്രം ശ്രദ്ധിക്കാൻ ആളില്ലാത്ത കാലത്ത് നടന്നിട്ടുണ്ട്. എനിക്ക് ക്രിസ്തീയ ഭക്തിഗാനമൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല ട്യൂണിൽ പാടുന്ന എല്ലാ ക്രിസ്തീയ ഭക്തിഗാനും എനിക്കിഷ്ടം, മാപ്പിളപ്പാട്ട് എനിക്കിഷ്ടമാണ്. പക്ഷെ അത് ക്ഷേത്രത്തിലല്ല, അത് പൊതു സ്ഥലത്താവട്ടെ, അവരുടെ വേദികളിലാകട്ടെ, അവർ കാസറ്റാക്കിയിട്ട് നമ്മളൊക്കെ കേൾക്കാം. ഒന്നിനോട് ഒരു തരത്തിലുള്ള അലർജി ഇല്ല. അമ്പലങ്ങളിൽ ഒരു പരമപവിത്രമതാമി മണ്ണെന്ന് രാഷ്ട്രത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം പാടിയ അപ്പ പോയില്ലേ ഇവരുടെയൊക്കെ സഹിഷ്ണുത? അതോടുകൂടി നമ്മുടെ ശശികല ടീച്ചർ പല വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ശശികല ടീച്ചർ പറഞ്ഞത് വളരെ ന്യായമായ ഒരു കാര്യമാണ്. പിന്നെ വളരെ നല്ലൊരു അഭിപ്രായം പറഞ്ഞതിൽ മറ്റൊരു ആളാണ് നമ്മുടെ ചിദാനന്ദ സ്വാമികൾ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് വേഗം നോക്കിയിട്ട് വരാം. ചെറുതല്ല എന്ന് അറിയാം. ആധ്യാത്മ രംഗത്തൊക്കെ വലിയ ഉണർവ് വന്നിട്ടുണ്ട്. അത് അവരൊരു അമ്പലത്തിലെ ചടങ്ങിൽ അല്ല ക്ഷേത്രത്തിലെ പ്രോഗ്രാമിനിടയിൽ ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടി എന്നതാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്ന അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ശ്രദ്ധയിൽപ്പെടും. ഇതിൽ നമ്മൾ ഈ വിഷയത്തില് ആ ക്ഷേത്രത്തിന്റെ ചുറ്റുപാട്, ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തകരുമായിട്ട് മുൻകൂട്ടി ആലോചിച്ചിട്ടാണോ നന്ദഗോവിന്ദ ഭജൻസ് പാടിയത് തുടങ്ങിയ വിഷയങ്ങളൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. അതുകൊണ്ട് ഒരു ബ്ലാങ്കറ്റായിട്ട് അവരെ ആക്ഷേപിക്കാനോ അനുകൂലിക്കാനോ എനിക്ക് സാധിക്കില്ല. പക്ഷെ ഒന്ന് പറയാം, ഒരു ഗാനമേളയാണെങ്കിൽ അതിലേത് തരം പാട്ട് പാടിയാലും ഒരു കുഴപ്പമില്ല. അത് ക്രിസ്തീയമോ ഇസ്ലാമികമോ ഹൈന്ദവമോ ഇനി നിരീശ്വരവാദപരമോ ഏതോ ആയിക്കോട്ടെ, ഗാനമേളയിലെല്ലാം പാടാം തീർച്ചയായിട്ടും. ഇനി ഭജന എന്നുള്ള പേരിലാണെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസ് എന്നാണത്. അപ്പൊ ഭജൻ എന്നുള്ള രീതിയിൽ ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ കഴിയുന്നതും ക്ഷേത്രവുമായും ക്ഷേത്രവിശ്വാസവുമായും ബന്ധപ്പെട്ടിട്ടുള്ള ഭജനകളായിരിക്കണം അവിടെ പാടേണ്ടത്. അല്ലാത്തത് ഭജനയുടെ ഭാഗമായിട്ട് പാടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. പക്ഷേ ഈ പറഞ്ഞത് കൊണ്ട് അവരെ നിന്ദിക്കാനോ വിമർശിക്കാനോ ഞാനില്ല. കാരണം ഏതൊക്കെ സാമൂഹിക സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രവർത്തകർ അവരോട് ആവശ്യപ്പെട്ടിരുന്നു, ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അത്തരം ഒരു അറിയാത്തൊരു വിഷയത്തെ കുറിച്ച് അഭിപ്രായ പ്രകടനത്തിന് നമ്മൾ മുതിരുന്നില്ല. പക്ഷെ ഒന്ന് പറയാം, അതായത് കോട്ടയം നട്ടാശ്ശേരിയിലെ ഒരു അമ്പലത്തിൽ ഭജൻസ് നന്ദ ഗോവിന്ദം പാടി അവിടെ ഒരു ക്രിസ്തീയ ഗാനം ചൊല്ലി, അതൊക്കെയാണ് വിവാദം എന്ന് പറയുന്നത്. ഇപ്പോൾ 2 പക്ഷക്കാരാണ് മെയിനായിട്ട് പോരടിക്കുന്നത്. അതായത് അമ്പലത്തിൽ പാടുന്നത് മറ്റ് മതസ്ഥരുടെ ഗാനം പാടുന്നത് ശരിയാണോ, അല്ലെങ്കിൽ പാടിയാൽ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിവാദം. അപ്പം വേറെ കൂട്ടര് മറ്റ് ടീമുകളുടെ അവിടെയും പള്ളിയിലും വേണമെങ്കിൽ ഭജഗോവിന്ദം പാടാം അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു സൈഡ് ക്രിസ്ത്യൻ ഇതിലും ഇത് പാടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേറൊരു കൂട്ടര് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഭാഗത്തിൽ മൊത്തം ഒരു 3 തരം മനുഷ്യരുണ്ട്. 3 കാറ്റഗറി ആയിട്ട് നമുക്കിതിനെ വിഭജിക്കാന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു കൂട്ടരെന്ന് പറയുന്നത് നിരീശ്വരവാദികളാണ്.
മനുഷ്യന്മാരിൽ. ഓക്കെ, അതായത് അവർക്ക് ഇങ്ങനത്തെ വിവാദമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. മീൻസ് ഇപ്പോൾ അമ്പലത്തില് ഒക്കെ ക്രിസ്തീയ ഗാനം പാടിയത് കൊണ്ടോ, അല്ലെങ്കിൽ പള്ളിയിൽ ഒരു ക്രിസ്തീയ ഗാനോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഗാനോ പാടിയത് കൊണ്ടോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇതില് ഒരു മുസ്ലിം ഒപ്പനയോ അല്ലെങ്കിൽ ഇത് പാടിയതുണ്ടോ അവർക്ക് ഒരു കുഴപ്പമില്ല. ലോകത്തിലെ ഒരു എത്തീസ്റ്റും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അവർ വളരെ എന്താ പറയുക, ചെറിയൊരു ശതമാനമാണെങ്കിലും കുറച്ച് ലോക സമാധാനത്തിന് നിൽക്കുന്നത് ഈ നിരീശ്വരവാദികൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അവരത് അതിൻ്റെതായ സെൻസ് എടുത്തിട്ട് തലച്ചോറ് വർക്ക് ചെയ്യുന്ന ടീമുകളുണ്ടാവും. അവർ അതേ സെൻസിലെടുത്തിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവിടെ മറ്റേ ആൾ മന്തി കഴിച്ചത് കൊണ്ടോ, മറ്റേ ടീം പന്നി കഴിച്ചത് കൊണ്ടോ, മറ്റേ ടീം അവിടെ ഇരുന്നിട്ട് ക്വാർട്ടർ അടിച്ചത് കൊണ്ടോ, അങ്ങനെയുള്ള ഫോട്ടോസ് വന്നതുകൊണ്ടോ ഒന്നും അവർക്ക് ഒരു വിഷയമല്ല. അവർ അത് കണ്ട് ആസ്വദിച്ചിട്ട് അവരുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ, ഫോണിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് ആസ്വദിച്ച് നോക്കും. ഒരു കച്ചറയില്ലാത്ത ടീമുകളാണ് അല്ലേ, തലച്ചോറ് വർക്ക് ചെയ്യുന്ന ടീമുകൾ. അത് ലോകത്തിലൊരു ചെറിയ ശതമാനം മനുഷ്യർ, തലച്ചോറ് വർക്ക് ചെയ്യുന്ന മനുഷ്യർ, എത്തീസ്റ്റ് അല്ലെങ്കിൽ യുക്തിവാദികൾ എന്നൊക്കെ പറയും. അടുത്തൊരു കൂട്ടരെന്ന് പറയുന്നത്, രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഒരു ബഹുഭൂരിപക്ഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുത്താം. ഓക്കെ, അതായത് വിശ്വാസികൾ എന്ന് പറയുന്ന വിഭാഗം. അവര് ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് ആ മതത്തിൽ വിശ്വസിക്കും. അവർക്ക് മറ്റ് മതക്കാരുടെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെയേറെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടാവും, കടുത്ത എതിർപ്പുകൾ ഉണ്ടാവും. അവരത് ഡയറക്റ്റായിട്ട് പ്രകടിപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓടിപ്പോയി വെട്ടുക കുത്തുക എന്നല്ല പറയുന്നത്. അവരുടേതായ പ്രതിഷേധങ്ങളെ പല രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്ന കൂട്ടരാണ് ഈ വിശ്വാസികൾ എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത്. ഓക്കെ, അവരുടെ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നു പറഞ്ഞാൽ അതിൽ അവർ വിശ്വസിക്കും. അവർക്ക് മറ്റ് മതക്കാരുടെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരതിൽ എതിർക്കുകയും ചെയ്യും പല രൂപത്തിൽ. അങ്ങനെയുള്ള രണ്ടാമത്തെ ഒരു വിഭാഗം. ഓക്കെ, പിന്നെ അടുത്തൊരു വിഭാഗമാണ് മൂന്നാമത്തെ വിഭാഗം. അതാണ് ഭയങ്കര തീവ്രമായിട്ടുള്ള വിഭാഗം. ഓക്കെ, അത് ആ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ശതമാനമായിരിക്കും, പക്ഷെ വളരെ തീവ്രമായ ഒരു ശതമാനമായിരിക്കും. അത് ചില മതങ്ങളിൽ 90% തീവ്രമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ടീമുകളുടെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ അവരുടെ മതമല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുകയെ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രകടിപ്പിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെടുത്ത് കായികപരമായിട്ട് അല്ലെങ്കിൽ വെട്ട് കുത്ത് ഇതായിരിക്കും. ദൈവത്തിനെ സംരക്ഷിക്കുന്ന ടീമുകളായിരിക്കും ഇവറ്റകൾ. അതായത് തലച്ചോറ് വളരെ ശുഷ്കമായ ടീമുകളാണ് ഈ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തീവ്ര നിലപാടുള്ള ടീമുകൾ. അതായത് ഇത് കേട്ട് കഴിഞ്ഞ വഴിയെ കൊടുകൾ കൊടുത്തിട്ട് വട്ടാൻ പോകും. അങ്ങനെയുള്ള ടീമുകൾ. അങ്ങനെ 3 വിഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാം. ഓക്കെ, അതായത് കോട്ടയം നട്ടാശ്ശേരിയിലുള്ള നന്ദ ഗോവിന്ദങ്ങരുടെ ഭജൻസിന്റെ പ്രശ്നം. അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു 2-3 വർഷങ്ങളായിട്ട് വളരെ എന്ത് ചെയ്താലും വിവാദങ്ങൾ, പ്രത്യേകിച്ച് മതപരമായ വിവാദങ്ങൾ വളരെയേറെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ചില പ്രത്യേക മതങ്ങളിൽ ഒരു സോഫ്റ്റായിട്ടും ചില മതങ്ങളിൽ വളരെ തീവ്രമായിട്ടും ഇടപെടുന്ന ആളുകൾ. മൊത്തം എല്ലാ അവിടെയും പ്രശ്നങ്ങൾ ഉടലെടുത്തുകയാണ്. എന്ത് ചെയ്താലും ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അമ്പലത്തില് ഭജൻ ചൊല്ലി അതൊരു ക്രിസ്തീയ ഗാനം ചൊല്ലി എന്നാണ് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഒരു അമ്പലത്തിൽ ചൊല്ലുന്ന സമയത്ത് ഗാനമേളയല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗാനമേളയെന്ന് പറഞ്ഞാൽ ഏത് പാട്ട് വേണമെങ്കിലും പാടാം, അവിടെ ഒരു പ്രശ്നമല്ല. ഈ അമ്പലത്തിൽ കൊണ്ടിട്ട് ഭജൻ ചൊല്ലുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്ത് വേണമായിരുന്നു, അവിടുത്തെ കമ്മിറ്റിക്കാരൻ്റെ അടുത്ത് ചോദിക്കണമായിരുന്നു. അവിടുത്തെ കമ്മിറ്റിയിൽ ചോദിച്ച് ആ ഭാരവാഹികൾ ആരാണത് സംഘടിപ്പിച്ച് ആ സംഘടിപ്പിച്ച ഭാരവാഹികളുടെ അടുത്ത് ഇതുപോലെ ഞങ്ങളൊരു ഗാനം ചൊല്ലുന്നുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. പൈസ മുടക്കിയത് അവരാണല്ലോ, അവരിനത് ചോദിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ശരിയല്ല?
ഇത് ഒരു ആളുടെ അടുത്ത് ഒന്നും പറയാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഞങ്ങളെ മറ്റേ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അപ്പൊ അത് അറിയാത്ത ടീമുകളല്ല, കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്ക് അതറിയാം. യുക്തിപരമായി നമുക്ക് ചിന്തിക്കാം. ഒരു അമ്പലത്തിലെ ഒരു പരിപാടിക്ക് ഒരു ഭജന ചൊല്ലുന്ന സമയം വിളിക്കുന്ന സമയത്ത് പൈസ കൊടുത്ത് വെറുതെ ഒന്നുമല്ല, സൗജന്യമായിട്ടൊന്നുമല്ല അവരവിടെ വന്ന് ചൊല്ലിയത്. ഇത്ര എമൗണ്ട് കൊടുത്തിട്ടാണ് അവിടെ വന്ന് ചൊല്ലിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചല്ലേ അവിടെ ചൊല്ലേണ്ടത്. അവിടെ കൊണ്ടുവന്നിട്ട് ഒപ്പന പാടുകയെ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ക്രിസ്തീയ ഗാനം ചെല്ലുന്നത് 100% തെറ്റാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. കാരണം അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള ഭാരവാഹികൾ, കമ്മിറ്റി, ക്ഷേത്ര കമ്മിറ്റി, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ, അവരോട് ചോദിച്ച് അനുമതി വാങ്ങിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചൊല്ലാന്ന് മാത്രം. പിന്നെ ഒന്നാമത് ഈ ഗാനമേളയും ഭജന എന്ന് പറയുന്നത് വളരെ രണ്ടിനും വ്യത്യസ്തമാണ്. ഗാനമേളയിലാണ് പറഞ്ഞാൽ എന്ത് തേങ്ങക്കൊല വേണമെങ്കിലും പാടിക്കൊണ്ടിരിക്കുക. അത് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടതാ, മറ്റേ ഇസ്ലാം മതത്തിന്റെ ഒപ്പനയാ, എന്ത് തേങ്ങയോ പാടിക്കോട്ടെ. ഇത് ഒരു ഹിന്ദു അമ്പലത്തില് ഭജന എല്ലാം വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്രിസ്തീയ ഗാനങ്ങൾ ചോദിക്കാതെ ചൊല്ലിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കൂട്ടറിന്റെ ഇടയിലും മൂന്നാമത്തെ കൂട്ടറിന്റെ ഇടയിലും വളരെയേറെ എതിർപ്പുകൾ വരും. അതായത് വിശ്വാസികളുടെ ഇടയിലും മറ്റേ തീവ്ര വിശ്വാസികളുടെ ഇടയിലും വൻ എതിർപ്പുകളും വൻ പ്രശ്നങ്ങളും അവിടെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? മറ്റേ ആദ്യമറ വിവാദത്തിന് ഒന്നും പ്രശ്നമില്ല. അവര് എന്താ പറയാ, യുക്തിപരമായി ചിന്തിക്കുന്ന ആളുകളാണ്, തലച്ചോറ് വർക്ക് ചെയ്യുന്ന ടീമുകളാണ്. മറ്റേ രണ്ടാമത്തെ ടീമുകൾ പറഞ്ഞാൽ പകുതി തലച്ചോറ് പണയം വെച്ചതും മറ്റേത് മുഴുവൻ തലച്ചോറും ഇല്ലാത്ത ടീമുകളാണ്. അപ്പൊ അവര് മൊത്തം കൊണ്ട് കളകും. ആ ഇളകിയതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ അമ്പലത്തിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും പോകുന്ന സമയത്ത് അവിടെ ആ കമ്മിറ്റിക്കാർ അല്ലെ പൈസ മുടക്കിയവൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ അത് പറയേണ്ടത് ഇവിടെ ബാധ്യസ്ഥതയാണ്. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്കായിട്ട് സ്വന്തം ഒരു ലോജിക്ക് വേണം. അതായത് ഇന്ന സ്ഥലത്ത് പോയി പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഭജനയ്ക്ക് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്നത് വേറെ മതസ്ഥരുടെ പാടിക്കഴിഞ്ഞാൽ അവിടെ ഒരു വിവാദമാവും, മൊത്തം പ്രശ്നമാവും. നാട്ടിലിപ്പോ ഈ അടുത്ത കാലത്തായി വരുന്ന വർഗീയപരമായ ധ്രുവീകരണങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള യുക്തി അല്ലെ ലോജിക്ക് എന്ന് പറയുന്നത് ഈ നന്ദാഗോവിന്ദൻ ടീമുകൾക്ക് ആവശ്യമാണ്. ഓക്കെ. പിന്നെ കുറെ മതസ്ഥര്, കുറെ എന്താ പറയാ അവിടെ ഇവിടെയും തൊടാണ്ട് പറയുന്ന കുറെ ടീമുകൾ, അതായത് മറ്റേ എന്നാ പിന്നെ ഒരു പള്ളിയിൽ പോയിട്ട് ഇത് പോയി ചൊല്ലിക്കൂടെ, മറ്റേ ഹരിമുരളി ചൊല്ലിക്കൂടെ, അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ ഹിന്ദു ഇത് പാടിക്കൂടെ, ഒരു മോസ്ക് പോയിട്ട് ഇതാക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ ടീമുകൾ ഇല്ല, ഇതിനെ പരമാവധി ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ടീമുകൾ. അപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞത് ഒരു കോമൺ സെൻസ്, ഒരു യുക്തി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അതിന് നമ്മൾ വെറുതെ ഒരുപാട് അറിവും ഒരുപാട് നോളജൊന്നും ആവശ്യമില്ല. ഒരു അമ്പലത്തിൽ ഒരു പരിപാടിക്ക് വിളിച്ചു, അവിടെ അമ്പലത്തിന്റെ കാര്യങ്ങളല്ല ഇതാകേണ്ടത് ഒരു ഭജന എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ വിശ്വാസികൾ എന്ന് പറയുന്നത് അവര് ഇതിന് എതിർപ്പുണ്ടാവും. അവിടെ തന്നെ തീവ്ര വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ടാവും, എല്ലാ വിഭാഗങ്ങളിലും. ഓക്കെ. അപ്പോ ചില ടീമുകളിൽ മാത്രം വരുന്നത് വളരെ എതിർക്കേണ്ടത് തന്നെയാണ്. മറ്റ് ടീമുകൾ ഇതിന്റെ പേരിൽ മുതലെടുപ്പ് നടക്കുക. അപ്പോൾ കൺക്ലൂഷനിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു അവിടെ വിളിച്ചതിന് ശേഷം അവിടെ കമ്മിറ്റിക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ കൊണ്ടുവന്ന ആളുകളുടെ അടുത്തോ ഒന്നും പറയാതെ തന്നെ പെട്ടെന്ന് മറ്റ് വിഭാഗത്തിൽപ്പെട്ട ഗാനം ചൊല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% തെറ്റ് തന്നെയാണ്. ഓക്കെ. അതിൽ ശശികല ടീച്ചറും മറ്റേ സിദ്ധാനന്ദ സ്വാമിയൊക്കെ പറഞ്ഞത് 100% അംഗീകരിക്കുന്നത്. അവർ പല കാര്യങ്ങളിൽ എതിർപ്പുണ്ടെങ്കിലും ഈ കാര്യം പറഞ്ഞതിൽ 100% അംഗീകരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ കുറെ എണ്ണം പറയുന്നത് കേട്ടു, അതായത് യേശുദാസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാണ്. അപ്പൊ യേശുദാസിന്റെ പാട്ടാണ് ഗുരുവായൂരില് നടയടയ്ക്കുമ്പോൾ ചൊല്ലുന്നത്. അയ്യപ്പനെ ഓർക്കുന്ന ഹരിവരാസനം പാടിയത് യേശുദാസാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോ ആ കൂട്ടരെ മനസ്സിലാക്കുക. അതായത് യേശുദാസ് എന്ന് പറയുന്ന അവിടെ പാടിയത് ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പാട്ടാണ് പാടിയത്, അല്ലാതെ മറ്റേ അയ്യപ്പനെ ഓർക്കുന്ന മറ്റേ ഒപ്പനയല്ല പാടിയത്. ഓക്കെ. അതുപോലെ തന്നെ മറ്റേ ഗുരുവായൂരാണെങ്കിലും ശരി, അവിടെ ഒരു മറ്റേ ഇസ്രയേലിലെ മറ്റേ നാഥന്റെ പാട്ടോ അല്ലെങ്കിൽ മറ്റേ പള്ളിപ്പാട്ടോ അല്ല, ആ ഒരു ഒപ്പനയോ അല്ല പാടിയിരിക്കുന്നത്. ഓക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണ്. ഇതൊക്കെ ഒരു ലോജിക്കും ഇല്ലാതെയാണ്. ഓക്കെ. അതായത്
ഇപ്പൊ നന്ദ ഗോവിന്ദ്സ് ടീമുകൾ ഇപ്പൊ ഭജൻസ് പാടിയത് വളരെയേറെ വിവാദങ്ങളെ വെറുതെ ഇരിക്കുന്ന അവിടെ ഒരു വിവാദം ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അവർക്ക് യാതൊരുവിധ കാര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നാടെ ചിലപ്പോൾ കത്താൻ സാധ്യതയുണ്ട്. മനസ്സിലായി? രണ്ട് വിഭാഗങ്ങൾ, ഇപ്പൊ അച്ഛനും അമ്മനെ തല്ലിയാലും മിണ്ടാത്ത ആളുകള് ദൈവങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കുന്ന കുറെ ടീമുകളുണ്ട്, തീവ്ര വിഭാഗത്തിൽപ്പെട്ട ടീമുകള്. അവർക്കിത് കേക്ക് വേണ്ടു കൊടുവെള്ളം കൊടുത്തിട്ട് ഓടും, നാട് കത്തും. ഇങ്ങനത്തെ ഓരോ വിഡ്ഢിത്തരങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ഐഡിയ ബിഹൈൻഡ് ദി ആക്ഷൻ പോലെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് മുന്നും പിന്നും ആലോചിച്ച് ചെയ്യുക അന്നത്തെ കാലഘട്ടത്തിൽ നിന്നാണ് പറയാനുള്ളത്. ശരിയല്ലേ? അപ്പൊ അവർക്ക് അവിടെ യാതൊരുവിധ കാര്യമില്ല. ഒരു ഭജൻസിനെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഹിന്ദു ക്ഷേത്രമാണല്ലോ, അവിടെ അത് ചൊല്ലിയിട്ട് ഭജനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റേ ക്രിസ്തി കേൾക്കാനോ അല്ലെങ്കിൽ ഒപ്പന കേൾക്കാനോ അല്ലല്ലോ ആളുകൾ വരുന്നത്. മതസൗഹാർദ്ദമൊക്കെ ചെയ്യുക. ഇപ്പോൾ ഗാനമേളയ്ക്ക് പോയി ചൊല്ലാന്നാണ് പറഞ്ഞത്. ഭജൻസിൽ വെറുതെ അനാവശ്യ കോൺട്രവേഴ്സി അവിടെ വരുത്തേണ്ട യാതൊരുവിധ കാര്യമില്ല. അപ്പം 100% നന്ദ ഗോവിന്ദം പറഞ്ഞ ടീമുകൾ അല്ലെങ്കിൽ ഭജൻസ് ചെയ്ത ടീമുകൾ 100% തെറ്റ് തന്നെയാണ്. ഓക്കെ, പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് എത്രയും പെട്ടെന്ന് കാണാമെന്ന വിശ്വാസത്തോടെ